ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നാളത്തെ കല്യാണത്തിലുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. മുറ്റത്ത് പന്തലിൽ വളരെയധികം തിരക്കിലാണ്. അതിഥികൾ പലരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇടനാഴിലൂടെ കൂട്ടുകാരികൾക്കൊപ്പം തന്നെ ചിരിച്ചു കളിച്ചു നടക്കുന്ന തന്റെ മകൾ രാഗിണിയെ നോക്കിയിട്ട് നിൽക്കുമ്പോൾ ജയപാലിന്റെ കണ്ണിൽ വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. താൻ ഇത്രയും നാൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണല്ലോ. തന്റെ മകളുടെ സന്തോഷത്തേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റെന്തുണ്ട്? ഒരുപാട് പേരെ ചവിട്ടി മെതിച്ചിട്ടാണെങ്കിലും ഈ കല്യാണം നടത്തിയെടുക്കണമെന്ന് താൻ എടുത്ത വാശി അത് ജയിക്കാൻ പോവാണ്. രാഗിണിയുടെ ആ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിൽ സകല ഭാരവും ഇറക്കി വെച്ചതുപോലെയൊക്കെ തോന്നിയ അയാൾക്ക് അതേ സന്തോഷത്തോടു കൂടി ഒരു വിജയിയുടെ ഭാവത്തിൽ ജയബാലൻ നേരെ പോയത് നിവിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അന്തരീക്ഷം തീർത്തും വ്യത്യസ്തമായിരുന്നു. കല്യാണ തലേന്നുള്ള യാതൊരുവിധ സന്തോഷവും ആ വീട്ടിലുണ്ടായിരുന്നില്ല. രാജേശ്വരും നിവിൻ അച്ഛനും സ്വീകരണ മുറിയിൽ വലിയൊരു മൗനത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. എന്തായി രാജേശ്വരി കാര്യങ്ങളൊക്കെ? അവിടെ പന്തലിലൊക്കെ ആളുകൾ വന്നു തുടങ്ങി. ഇവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ജയബാലൻ അധികാരസ്വരത്തിൽ ചോദിച്ചു. രാജേശ്വരിയുടെ മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും ജയബാലൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? രാജേശ്വരി അല്പം നിരാശയോടുകൂടെ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ വീടിന്റെ ഉള്ളിൽ നിന്നും നിവിൻ അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. അവന്റെ വേഷവും ഭാവവും കണ്ട നാളെ കല്യാണം നടക്കാൻ പോകുന്ന ഒരു ചെറുക്കനാണെന്ന് ആരും പറയില്ല. താടിയൊക്കെ വളർത്തിയിട്ട് ഉറക്കമൊഴിച്ചതിന്റെ ക്ഷീണമൊക്കെ അവന്റെ മുഖത്തുണ്ടായിരുന്നു. കണ്ണുകളൊക്കെ ചുവന്നിട്ടുണ്ട്. മനസ്സിലെ വലിയൊരു കൊടുങ്കാറ്റ് ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ജയപാലിന്റെ നെറ്റി ചുളിഞ്ഞു. എന്താണ് നിവിൻ ഈ കോലം? നാളെ നിന്റെ കല്യാണല്ലേ? ഒരു കല്യാണ ചെറുക്കന്റെ യാതൊരുവിധ ലുക്കും നിനക്കില്ലല്ലോ. നിവിന്റെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ ദേഷ്യം മിരിച്ചു കയറി. അവൻ ജയപാലിന്റെ മുഖത്തേക്ക് നോക്കി തീ പാറുന്ന സ്വരത്തിൽ ചോദിച്ചു. അതിന് ആരാ ഇവിടെ കല്യാണ ചെറുക്കൻ? ഞാൻ എപ്പോഴാ കല്യാണത്തിന് സമ്മതിച്ചത്? ആ വാക്ക് കേട്ട് ജയബാലൻ മാത്രമല്ല രാജേശ്വരിയും നിവിന്റെ അച്ഛനും അങ്ങ് ഞെട്ടിപ്പോയി. നിവിൻ, നീ എന്താ ഈ പറയുന്നത്? രാജേശ്വരി ദേഷ്യത്തോടുകൂടെ മുന്നോട്ട് വന്നു. നിവിൻ ഒട്ടും പതറാതെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയോടും അച്ഛനോടും അമ്മാവന്മാരോടൊക്കെ 1000 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ ഈ കല്യാണത്തിന് എനിക്ക് തീരെ സമ്മതമല്ല എന്ന്. എനിക്ക് ഈ കല്യാണം വേണ്ട. ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. നാളെ താലി കെട്ടാൻ ആ മണ്ഡപത്തിൽ ഞാൻ ഉണ്ടാവില്ല. അവന്റെ ആ ഉറച്ച സ്വരത്തും സ്വീകരണ മുറിയിൽ അങ്ങ് മുഴങ്ങി കേട്ടു. ജയബാലിന്റെ നിയന്ത്രണം വിട്ടു. അയാളുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. വിരൽ ചൂണ്ടിക്കൊണ്ടതിനെ അയാൾ നിവിന് നേരെ അങ്ങ് ചീറിയെടുത്തു. എടാ, നീ എന്താടാ പറഞ്ഞത്? അങ്ങനെ എങ്ങാനും നീ ആ മണ്ഡപത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ എന്റെ മോളെ നീ ചതിച്ചു കഴിഞ്ഞാൽ എന്റെ അനിയത്തിയുടെ മോനായിപ്പോയി നീ. അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ജയബാലൻ ആരാണെന്ന് എനിക്ക് ഞാനങ്ങ് കാണിച്ചു തന്നേനെ. നിവിൻ പുച്ഛത്തോടുകൂടെ അങ്ങ് ചിരിച്ചു. ഈ ഭീഷണിയൊക്കെ ഞാൻ പേടിക്കുമെന്ന് അമ്മാവൻ വിചാരിച്ചോ? എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ നിങ്ങൾക്കാവില്ല. ശരി നിവിൻ, രാജേശ്വരി ഇടപെട്ടു. അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നീ ഇപ്പൊ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി പറയാമോ? ആ കാവേരിയെക്കുറിച്ചാണെങ്കിൽ നീ ഇനി മിണ്ടിപ്പോകരുത്. അവൾ അവളുടെ കുടുംബത്തോടൊപ്പം തന്നെ നാളെ തന്നെ നാട് വിട്ടു പോവുകയാണ്. ഇതിനുള്ള സകല ഒരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അവൾ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെന്താ നിനക്ക് ഈ കല്യാണം കഴിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ട്? കാവേരി നാട് വിടുന്നു എന്ന വാർത്ത നിവിന്റെ നെഞ്ചിലൊരു കൊള്ളിയാൽ പോലെയാ പതിച്ചത്. എങ്കിലും അവൻ അവന്റെ വാശിയൊന്നും കൈവിട്ടില്ല. അമ്മയ്ക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? കാവേരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഈ രാഗിനെ ഒട്ടും ഇഷ്ടമില്ല. അതുതന്നെയാ ഏറ്റവും വലിയ കാര്യം. അവൾ എൻ്റെ ഭാര്യയായിട്ട് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ. അത് മനസ്സിലായോ അമ്മക്ക്? ഇത് കേട്ടപ്പോൾ ജയപാലിന്റെ സമനില തെറ്റി. അയാൾ അങ്ങനെ കൈയോങ്ങിക്കൊണ്ട് നിവിനെ തല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് പാഞ്ഞെടുത്തു. പെട്ടെന്ന് തന്നെ നിവിന്റെ അച്ഛൻ ഓടി വന്ന് ജയപാലിനെ തടഞ്ഞു നിർത്താണ്. ജയപാല, വേണ്ട, നീ ഒന്ന് അടങ്ങ്. അച്ഛൻ ജയപാലിനെ പിന്നിലേക്ക് അങ്ങ് വെച്ചു മാറ്റി. എന്നിട്ട് ദേഷ്യത്തോടു കൂടെ നിവിന് നേരെ അങ്ങ് തിരിഞ്ഞു. നിവിൻ, ബി സീരിയസ്. നാളെയാണ് നിന്റെ കല്യാണം. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് അത് തീരെ ശരിയല്ല നിവിൻ. നാളെ ആ കല്യാണ മണ്ഡപത്തിൽ നീ ഉണ്ടാവണം. കഴിഞ്ഞതൊക്കെ നീ മറക്കണം. നാളെ കല്യാണം നടന്നില്ലെങ്കിൽ അത് എത്ര വലിയ പ്രശ്നത്തിലേക്കാണ് പോവുക എന്ന് നിനക്കറിയാമല്ലോ. ഞാൻ നിനക്ക് പ്രത്യേകിച്ചത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിവിൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ തീരുമാനത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. ഈ കല്യാണം നടക്കാനും പോകുന്നില്ല. ഇത്രയും പറഞ്ഞ് അവൻ വേഗം തൻ്റെ മുറിയിലേക്ക് അങ്ങ് കയറി പോവാണ്. വാതിലങ്ങ് വലിച്ചെടുക്കുന്ന ശബ്ദം ആ വീടിൻ്റെ നിശബ്ദതയൊക്കെ കീറി മുറിച്ചു. ജയബാലൻ അവിടെ നിന്ന് വിറക്കുന്നുണ്ടായിരുന്നു. രാജേശ്വരി വേഗം അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ജയബാലേട്ടാ, ഏട്ടൻ വിഷമിക്കേണ്ട. അവൻ ആ ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഏട്ടൻ ചെല്ലേ. അവർ ജയബാലിന് വാക്ക് കൊടുത്തു. ജയബാലൻ ദേഷ്യത്തോടു കൂടെ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. രാജേശ്വരി തന്റെ മുറിയിലേക്ക് നടന്നു. അവരുടെ മനസ്സിൽ വല്ലാത്ത ശൂന്യതയുണ്ടായിരുന്നു. സ്വന്തം മകൻ തന്നെ ഇങ്ങനെ ധിക്കരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അഭിമാനം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പിച്ച് ചീന്തിപ്പെടാൻ പോകുന്നു എന്ന ചിന്ത അവരെ വല്ലാതെ വേട്ടയാടി. ഡ്രോയർ തുറന്ന് അവർ ഒരു കുപ്പി ഗുളികങ്ങ് കയ്യിലേക്കെടുത്തു. വിറക്കുന്ന കൈകളോടെ അവൾ അതിൽ നിന്നും കുറേ അധികം ഗുളികളങ്ങ് വായിലേക്ക് കമഴ്ത്തി. വെള്ളം പോലും കുടിക്കാതെ അതങ്ങ് വിഴുങ്ങി കുറച്ച് നിമിഷങ്ങൾ അവരവിടെങ്ങനെ
കണ്ണുകളങ്ങനെ പാതി അടഞ്ഞു കിടക്കുകയാണ്. ശരീരം അങ്ങ് തളർന്നു പോയി. അവരാ തണുത്ത തറയിലേക്ക് അങ്ങ് ബോധം കെട്ടി വീഴുമായിരുന്നു. ആ വലിയൊരു വീഴ്ചയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് നിവിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. നിലത്ത് കിടക്കുന്ന രാജേശ്വരിയെ കണ്ട് അയാൾ അലറി വിളിച്ചു, രാജേശ്വരി. ആ നിലവിളി കേട്ട് നിവിനും അങ്ങോട്ടേക്ക് ഓടിയെത്തി. മുറിയിലെ കാഴ്ച കണ്ട് അവൻ്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തന്നെ തോന്നി. അവൻ ഓടിച്ചെന്ന് അമ്മയുടെ തല ഇങ്ങനെ മടിയിലേക്ക് വെച്ചു. അമ്മേ എണീക്കമ്മേ, കണ്ണു തുറക്കമ്മേ. എന്ത് പണി അമ്മ ഈ കാണിച്ചത്? നിവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. വിവരമറിഞ്ഞ് ജയബാലനും അങ്ങോട്ടേക്ക് ഓടിയെത്താണ്. നിവിൻ്റെ അച്ഛൻ കടുത്ത ദേഷ്യത്തോടു കൂടെ തന്നെ അവനെ അങ്ങ് തള്ളി മാറ്റി. എടാ, നീ തൊട്ടു പോകരുത് അവളെ. ഇവളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരേ ഒരു കാരണം നീയാണ്. കല്യാണത്തിന് നീ സമ്മതിച്ചു വരുന്നെങ്കിൽ അവൾ ഒരിക്കലും സമ്മതിച്ചില്ല എങ്കിൽ അവൾ മരിച്ചു കരയുമെന്ന് അവൾ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞതല്ലേ? അപ്പോൾ നീ പോയി ചാവ് എന്നല്ലേടാ അവളോട് പറഞ്ഞത്? ആ വാക്ക് പറയുമ്പോൾ നീ ഒന്ന് ആലോചിക്കണമായിരുന്നടാ. ഇതൊക്കെ ഇവളെ കൊന്നിട്ട് തന്നെ വേണമായിരുന്നോടാ നിനക്ക് നിന്റെ ഇഷ്ടത്തോടെ ഇങ്ങനെ ജീവിക്കാൻ. മാറി നിൽക്കടാ അങ്ങോട്ടേക്ക്. അച്ഛൻ്റെ വാക്ക് ഓരോന്നും നിവിൻ്റെ നെഞ്ചിലിങ്ങനെ കൂരമ്പ് പോലെ അങ്ങ് തരച്ചു കയറി. അവനൊരു പ്രതിമയെ പോലെ അങ്ങ് തറഞ്ഞു നിൽക്കാണ്. ജയബാലനും അച്ഛനും ചേർന്ന് വേഗം തന്നെ രാജേശ്വരിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്തു. നിവിൻ അവിടെ തറയിൽ തന്നെ ഇങ്ങനെ ഇരിക്കാണ്. അവൻ്റെ തലച്ചോറ് മരവിച്ചു പോയതുപോലെ തോന്നി. അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ അമ്മേ. നിവിൻ ഇങ്ങനെ വിതുമ്പലിൻ്റെ വക്കിൽ ആ വീട്ടിലിങ്ങനെ അലയടിച്ച് കരഞ്ഞു. അപ്പോഴാണ് അവരുടെ ആ ഒരു റിസോർട്ടിൻ്റെ മാനേജർ അങ്ങോട്ടേക്ക് വന്നത്. നിലത്ത് കരയുന്ന നിവിനെ അയാൾ ചേർത്ത് പിടിച്ചു. നിവിൻ, നീ ഒന്ന് സമാധാനപ്പെട്. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. കാവേരി നാളെ തന്നെ ഈ നാട് വിട്ടു പോവാണ്. പിന്നെ അച്ഛനെയും അമ്മയും ഒക്കെ വെറുപ്പിച്ചിട്ട് നീ ഇവിടെ ഇങ്ങനെ തനിച്ച് നിന്നിട്ട് എന്തു ചെയ്യാനാ? അതുകൊണ്ട് ഈ കല്യാണത്തിന് നീ സമ്മതിക്കല്ലാതെ നിന്റെ മുന്നിൽ ഇപ്പോൾ വേറൊരു വഴിയുമില്ല. നിന്റെ അമ്മയുടെ ജീവനാണ് വലുത്. മാനേജറുടെ വാക്കുകൾ നിവിനെ വീണ്ടും അങ്ങ് തളർത്തി കളഞ്ഞു. അവൻ എഴുന്നേറ്റ് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹോസ്പിറ്റലിലെ ICUവിന് മുന്നിൽ വലിയൊരു സംഘർഷമായൊരവസ്ഥയായിരുന്നു. രാജേശ്വരിയുടെ നില വളരെയധികം ഗുരുതരമാണ്. ജയബാലൻ്റെ ഭാര്യ പ്രവീണയും നിവിൻ്റെ അച്ഛനും അവിടെയുണ്ട്. നിവിൻ ഓടി വരുമ്പോൾ അവിടെ എല്ലാവരും അവനെ ഒരു കൊലപാതക എന്ന പോലെയാണ് നോക്കി നിൽക്കുന്നത്. ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആട്ടി ഇറക്കുക അവനെ. ജയബാലൻ അലറി. എല്ലാവരും അവനെ മാറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിവിനൊരു അക്ഷരം പോലും മിണ്ടാതെ ആ ഭിത്തിയിൽ അങ്ങ് ചാരി നിന്ന് കരയാണ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ടെൻഷനോടുവിൽ ഡോക്ടർ പുറത്തേക്ക് വന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട് പേഷ്യന്റിന്. നിങ്ങൾ ആർക്കെങ്കിലും പോയി കാണാം. എല്ലാവരും വേഗം തന്നെ ഉള്ളിലേക്ക് കയറി. നിവിനും അവരുടെ പിന്നാലെ തന്നെ പതുക്കെ നടക്കാണ്. കിടക്കയിൽ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്ന രാജേശ്വരിയെ കണ്ടപ്പോൾ നിവിൻ്റെ നെഞ്ചങ്ങ് പൊട്ടി. അവൻ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ. പക്ഷേ നിവിനെ കണ്ടപ്പോൾ രാജേശ്വരി അങ്ങ് മുഖം തിരിച്ചു. അവരുടെ കണ്ണിൽ വല്ലാത്തൊരു കലശമായ ദേഷ്യമുണ്ടായിരുന്നു. എനിക്ക് ഇവൻ്റെ മുഖം കാണേണ്ട. എന്നെ നാണം കെടുത്തിയവനാ ഇവന്. ഇവൻ എന്നെ ഇഷ്ടമല്ല. എൻ്റെ ജീവനെക്കുറിച്ചോ എൻ്റെ അഭിമാനത്തെക്കുറിച്ചോ ഇവൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇറങ്ങിപ്പോവാൻ പറ ഇവനോട് പുറത്തേക്ക്. അവർ കിതച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സുകൂടി അമ്മ ഒന്ന് മനസ്സിലാക്കണം. നിവിൻ അവരുടെ കൈകളിൽ എങ്ങനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കെഞ്ചി. മാറി നിൽക്കട അവിടുന്ന്. നിവിൻ്റെ അച്ഛൻ അവനെങ്ങ് പിടിച്ചു വലിച്ചു മാറ്റി. നിന്റെ അമ്മയുടെ ഈ ഒരവസ്ഥ നീ കണ്ടില്ലേ നിവിൻ? ഇതിനൊക്കെ കാരണം ആരാണെന്ന് നീ തന്നെ ഒന്ന് സ്വയം ആലോചിച്ചു നോക്ക്. ആ കാവേരിക്ക് നിന്നെ വേണ്ട. അവൾ ഇനി നാട് വിട്ടു പോവാൻ പോവാണ്. അവൾക്ക് വേണ്ടിയാണോ നീ നിന്റെ അമ്മയെ ഇങ്ങനെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത്? ഇനി നിനക്ക് അവളെ വേണമെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അപ്പോഴാണ് പ്രവീണ ജയബാലിൻ്റെ അടുത്തേക്ക് വന്ന് പതിയെ പറഞ്ഞത്, ഏട്ടാ, ഇവന് നമ്മുടെ മോളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞറിഞ്ഞ ആ ഒരു നിമിഷം തന്നെ നമ്മൾ വേറൊരു നല്ല ചെറുക്കിനെ നോക്കണമായിരുന്നു. നമ്മുടെ മോൾക്ക് ഇവന് വേണ്ടി കാത്തിരിക്കുന്നതല്ലേ? അതൊന്നും ശരിയായില്ലല്ലോ. അനിയത്തിയുടെ മോനാണ്, അനന്തവരാണ്, ചെറുപ്പത്തിൽ പറഞ്ഞു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ളവനൊക്കെ വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവർ അത് പറയുന്ന സമയത്ത് ജയബാലിന് വലിയൊരു സങ്കടം തന്നെ അഭിനയിച്ചുകൊണ്ട് തല കുനിച്ച് നിന്നു. വല്ലാത്തൊരു വൈകാരികമായ ചുറ്റുപാടിൽ നിവിൻ അങ്ങ് ശ്വാസം മുട്ടി. എല്ലാവരും കൂടെ ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്ന് അവന് അറിയാമായിരുന്നു. പക്ഷേ അമ്മ ഈ അവസ്ഥയിൽ കാണാൻ അവന് ശക്തി ഉണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സ് പതുക്കെ തളർന്നു. ഒടുവിൽ വലിയൊരു നെടുവീർപ്പോട് കൂട്ടത്തിനെ അവൻ പറഞ്ഞു, ശരി, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്കങ്ങ് നടന്നു. ഇതൊരു തോറ്റ പോരാളിയെ പോലെയായിരുന്നു. രാത്രിക്ക് വല്ലാത്ത തണുപ്പുണ്ട്. അന്ന് നിവിനാണെങ്കിൽ നിവിൻ്റെ വണ്ടി നേരെ പോയത് കാവേരിയുടെ അടുത്തേക്കായിരുന്നു. അവൻ കാവേരിയെ ഫോണിൽ വിളിച്ചു. എനിക്കൊന്ന് കാണണം. അവസാന വട്ടത്തേക്ക്. അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. അവർ സ്ഥിരമായി കാണാറുള്ള ആ ഒരു സ്ഥലത്തേക്ക് അവൾ അവന് വേണ്ടി കാത്തിരുന്നു. ഇരുട്ടത്ത് അവളുടെ മുഖം വ്യക്തമല്ലെങ്കിലും ആ കണ്ണുകളിലെ സങ്കടം അവനെ കാണാമായിരുന്നു. നിവിൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കുറച്ചു നേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല. കാറ്റിൻ്റെ ശബ്ദം മാത്രം. പെട്ടെന്ന് തന്നെ നിവിൻ അവളുടെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ചു. കാവേരി, എനിക്ക് കാവേരി ഇഷ്ടമാണ്. ഐ എം ഇൻ ലവ് വിത്ത് യു.
അവന്റെ വാക്കുകൾ വളരെ പെട്ടെന്നായിരുന്നു. കാവേരി ഞെട്ടലോടുകൂടെ തന്നെ കൈകളങ്ങ് പിൻവലിച്ചു. അവൾ അവനെ ഇങ്ങനെ തുറിച്ചു നോക്കി. നിവിൻ എന്തൊക്കെയായി പറയുന്നത്? നിവിന് വല്ല ബോധ്യമുണ്ടോ? നാളെ നിവിന്റെ കല്യാണമാണ് രാഗിണിയുമായിട്ട്. ഈ സമയത്ത് എന്നോട് വന്ന് ഇങ്ങനെ പറയാൻ പാടുണ്ടോ നിവിൻ? നിവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാവേരിക്ക് ഇതറിയായിരുന്നല്ലോ. ഇതുവരെ ഞാൻ കാവേരി സ്നേഹിക്കുന്ന കാര്യം കാവേരി അറിഞ്ഞിട്ടേയില്ല. സത്യം ചെയ്ത് ഞാൻ പറയാൻ കഴിയുമോ കാവേരിക്ക് എന്നോട് ഇഷ്ടമില്ലാന്ന്? കാവേരി ഒന്നും മിണ്ടിയില്ല. അവൾക്ക് എല്ലാം അറിയാമായിരുന്നു. അവന്റെ ഓരോ നോട്ടത്തിലും അവൾ ആ സ്നേഹം കണ്ടിട്ടുമുണ്ട്. പക്ഷേ വിധി അവരെ കൊണ്ട് രണ്ട് വഴിക്ക് നടത്തിയിരിക്കുകയാണ്. രാഗിണിയുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ട കാവേരി. എനിക്ക് കാവേരിയാണ് ഇഷ്ടം. കാവേരി മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതെന്റെ അച്ഛനോടും അമ്മയോടും അമ്മാവനോടൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞതാ. ഇന്ന് രാവിലെ വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആരും എൻ്റെ വാക്ക് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അവരെല്ലാവരും ചേർന്ന് എന്നെ ഇതൊക്കെ ഇങ്ങനെ നിർബന്ധിപ്പിച്ചതിനെ സമ്മതിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഒടുവിൽ അവസാനത്തെ ശ്രമമായിട്ട് എൻ്റെ അമ്മ എന്താ ചെയ്തതെന്ന് കാവേരിക്കറിയോ? എൻ്റെ അമ്മ ഹോസ്പിറ്റലാണ് കാവേരി. സ്ലീപ്പിംഗ് പിൽസ് എല്ലാം കഴിച്ച് സീരിയസ് ആയിട്ട് കണ്ടീഷനാണ് ഇപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നിവിൻ്റെ തൊണ്ട പൊട്ടി. അവനങ്ങ് പൊട്ടിക്കരഞ്ഞു പോവാണ്. കാവേരിയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൽ പാഞ്ഞതുപോയ അവൾക്ക് അവിശ്വസനീയതയോടെ നിവിനെ ഇങ്ങനെ നോക്കി. ഇനി കാവേരി തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴും കാവേരിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാവരോടും പറഞ്ഞത് സമ്മതിച്ചോളാം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി എങ്ങോട്ടെങ്കിലും പോവാം കാവേരി. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാം. കാവേരി എപ്പോഴെങ്കിലും എന്നോടൊരു നല്ല മറുപടി പറ. അവൻ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു. കാവേരിയുടെ ഹൃദയം അങ്ങ് പറഞ്ഞു പോകുന്നത് പോലെ വേദനയുണ്ടായിരുന്നു അവൾക്ക്. അവൾക്ക് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മുന്നിൽ ഒരുപാട് വലിയ ബാധ്യതകളുണ്ടായിരുന്നു. സ്വന്തം അനിയത്തി യമിനക്ക് നിവിനോടുള്ള ഇഷ്ടം, നാളെ തന്നെ ഈ നാട് വിട്ട് തിരുവനന്തപുരത്തേക്ക് മാറേണ്ട ഗതികേട്, അതിനു മുൻപ് അനിയത്തി നിലയുടെ ഓപ്പറേഷന് വലിയൊരു തുക തന്നെ കണ്ടെത്തണം, അതിനെല്ലാം ഉപരി ജയപാൽ എന്ന രാക്ഷസനോടുള്ള തന്റെ വലിയ പോരാട്ടം, ഇതെല്ലാം അവളുടെ തലച്ചോറിൽ ഇങ്ങനെ വട്ടം കറങ്ങി. ഒരു ഭാഗത്ത് സ്വന്തം പ്രണയം, മറുഭാഗത്ത് തന്റെ കുടുംബത്തിന്റെ ജീവൻ. ഇതിൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന് കാവേരി ഒന്നും പറയാതെ അങ്ങനെ തലകുനിച്ച് നിൽക്കാണ്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിലത്തേക്ക് വീണു തുടങ്ങി. ഒരക്ഷരം പോലും അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നിവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവാതെ അവൾ വേഗം തന്നെ തിരിഞ്ഞു നടന്നു. ദൂരേക്ക് മറയുന്ന അവിടെ നോക്കി നിവിൻ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ അവസാനത്തെ പ്രതീക്ഷയും അതോടുകൂടങ്ങ് അസ്തമിച്ചു. തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ നിവിൻ തീർത്തും മറ്റൊരു മനുഷ്യനായി മാറിയിരുന്നു. യാതൊരുവിധ വികാരങ്ങളുമില്ലാതെ ഒരുവനെ പോലെ അവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. രാജേശ്വരി വീണ്ടും കരഞ്ഞുകൊണ്ട് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. നിവിന്റെ അച്ഛനും ജയപാലനും ചേർന്ന് വീണ്ടും അവനെ ചോദ്യം ചെയ്യാനും തുടങ്ങി. അമ്മയുടെ ജീവനേക്കാൾ വലുത് നിനക്ക് ആ പെണ്ണാണോടാ? ജയപാലിന്റെ ചോദ്യം വീണ്ടും ഉയർന്നു. നിവിൻ വലിയൊരു ശൂന്യതയോടെ അവരെ നോക്കി. കാവേരി തനിക്ക് മറുപടി പോലും തരാതെയാണ് പോയത്. അവന്റെ മനസ്സിൽ വല്ലാത്ത വിങ്ങലായി അത് അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഇനി ആർക്ക് വേണ്ടിയിട്ട് താൻ പോരാടണം? മതി. നിവിന്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതമാണ്. അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവിടുത്തെ അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു. രാജേശ്വരിയുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ വലിയൊരു ആശ്വാസം വന്നു ചേർന്നു. ജയപാലിന്റെ ചുണ്ടുകൾ ഒരു വിജയച്ചിരി മിന്നി മറിഞ്ഞു. അവർ അവനെ അഭിനന്ദിക്കാനും ആശ്വസിപ്പിക്കാനും തുടങ്ങി. പക്ഷേ നിവിൻ അവിടെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവന്റെ മനസ്സ് എവിടെയോ ദൂരെ ഇരുട്ടിലിങ്ങനെ കാവേരിക്ക് പിന്നാലെ യാത്ര ചെയ്യുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കല്യാണ മണ്ഡപം അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു. നാദസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ശബ്ദമെങ്ങും മുഴങ്ങി കേട്ടു. രാഗിണി സ്വർണത്തിലും പട്ടുസാരിയിലും ഇങ്ങനെ തിളങ്ങി അതിസുന്ദരിയായി തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. അവളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ പോകുന്നതിന്റെ ആ ഒരു സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ജയപാലൻ സകല ഗർവോടും കൂടി ആളുകളെ ഇങ്ങനെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. നിവിൻ നിർവികാരനായി നിൽക്കുകയാണ്. യാതൊരുവിധ സന്തോഷമില്ലാതെ കല്യാണ വേഷത്തിൽ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന് ചുറ്റും നടക്കുന്നതൊന്നും തന്നെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം കുറച്ചു ദൂരെ കാവേരിയുടെ വീട്ടിൽ തീർത്തും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവർ നാടുവിട്ടു പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. വീട്ടിലെ സാധനങ്ങളും പെട്ടിയൊക്കെ ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്ത് മുറ്റത്ത് കിടക്കുന്ന വണ്ടിയിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും. മുഖത്ത് സങ്കടവും ഭയവുമുണ്ട്. ഈ നാടും വീടും വിട്ടു പോകുന്നതിന്റെ വേദന, തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഇനി എന്ത് ചെയ്യുമെന്നതിന്റെ ആശങ്ക, നിലമോളുടെ ഓപ്പറേഷനെ കുറിച്ചുള്ള ചിന്തകൾ എല്ലാം കൂടി ആ കുടുംബത്തെ വല്ലാതെ തളർത്തി കളഞ്ഞു. അവസാനത്തെ ആ ഒരു ബാഗും വണ്ടിയിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം അങ്ങനെ അമ്മയും വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി. യമുനയും നിലയും മുൻപേ തന്നെ കയറിയിരുന്നു. പെട്ടെന്ന് തന്നെ കാവേരി വണ്ടിയുടെ ആ ഡോറങ്ങ് അടച്ചു പിടിച്ചു. അവളുടെ മുഖത്ത് അതുവരെ ഇല്ലാത്ത വലിയൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. കാറ്റിൽ അവളുടെ മുടികൾ ഇങ്ങനെ പറന്നു. അവളുടെ കണ്ണിൽ വല്ലാത്ത തിളക്കം. നമ്മൾ പോകുന്നില്ല ചേച്ചി? യമുന സംശയത്തോട് ചോദിച്ചു.
ഇല്ല. കാവേരി എല്ലാവരെയും നോക്കി വലിയ ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. നമ്മൾ പോകും, പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഒരു അവസാനത്തെ ശ്രമം. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരണം. എങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ്. ഒന്നും ചോദിക്കരുത്. എൻ്റെ കൂടെ നിവിൻ്റെ കല്യാണം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എല്ലാവരും വരണമെന്ന് കാവേരി ശബ്ദം ഉറച്ചതാക്കി തന്നെ പറഞ്ഞു. ആ വാക്ക് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. വീണ്ടും ആ നരകത്തിലേക്ക് പോകണോ? ജയപാലിന്റെയും കൂട്ടുകാരുടെയും മുന്നിലേക്ക് വീണ്ടും അപമാനിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോകണോ? ആർക്കും അതിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വേണ്ട കാവേരി, നമ്മൾ ഇത്രയും അനുഭവിച്ചതൊന്നും പോരെ. ഇനി അവിടെ പോയിട്ട് എന്തിനാ? അവൾ നമ്മളെ വീണ്ടും അപമാനിക്കും, അമ്മ സങ്കടത്തോട് പറഞ്ഞു. പക്ഷേ കാവേരി പിന്മാറാനൊന്നും തയ്യാറായിരുന്നില്ല. അമ്മേ, അച്ഛനെ അവരത്രത്തോളം അപമാനിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ ഇതെൻ്റെ ജീവിതമാണ്. ഞാൻ അവിടെ പോകണം. എനിക്ക് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മാത്രം നിങ്ങൾ എൻ്റെ കൂടെ വരണം പ്ലീസ്. കാവേരിയുടെ കണ്ണുകളിൽ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ആ ഒരു അപേക്ഷ നിരസിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല. എന്ത് സംഭവിക്കുമെന്നറിയാതെ വലിയൊരു ഭയത്തോടു കൂടിയാണെങ്കിലും അമ്മയും യമുനയും നിളമോളും എല്ലാവരും തന്നെ കാവേരിക്കൊപ്പം പോവാൻ തീരുമാനിച്ചു. വണ്ടി നേരെ നിവിൻ്റെ കല്യാണം നടക്കുന്ന ആ ഒരു വലിയ പന്തലിലേക്ക് തിരിഞ്ഞു. കാവേരിയുടെ മനസ്സിൽ ഒരുപാടധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. താൻ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ ചെന്ന് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? തൻ്റെ വരവ് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ജയപാലിൻ്റെ കോപത്തെ താൻ എങ്ങനെ നേരിടും? നിവിൻ തന്നെ കാണുമ്പോൾ എന്ത് വിചാരിക്കും? പക്ഷേ അവളുടെ ഉള്ളിലെ പ്രണയം, അവളുടെ സത്യം എല്ലാ ഭയങ്ങളും തോൽപ്പിക്കാൻ പോകുന്നതായിരുന്നു. വണ്ടി കല്യാണ മണ്ഡപത്തിന്റെ ഗേറ്റ് കടക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് തന്നെ നീണ്ടു. അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് ആ പന്തലിലേക്ക് അടിച്ചു കയറാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗാട്ടോ വരുന്നത്. കല്യാണ മണ്ഡപത്തിലേക്ക് കാവേരി എത്തിയതിനു ശേഷം ഏതായാലും അങ്ങോട്ടേക്ക് SI ചാരുലത വരുന്നുണ്ടെന്ന് മാത്രമല്ല എല്ലാ സത്യങ്ങളും തെളിവോട് കൂടെ തന്നെ ജയപാലനങ്ങ് ബോധ്യപ്പെടും. എന്നാൽ ഒരുപാടധികം ആൾക്കാരെ കട്ടും മോഷ്ടിച്ചും ചതിച്ചും വഞ്ചനയോടെയാണ് ജയപാലൻ ഈ പണമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന സത്യം എല്ലാവരും തിരിച്ചറിയും. രാജേശ്വരിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. രാജേശ്വരിയുടെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും പറയുന്നുണ്ട്, ഇത്രയും ഒരു നെറി പിടിച്ച കുടുംബത്തിൽ നിന്നാണോ നിന്റെ മോനെ നീ കല്യാണം അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതോടുകൂടി തന്നെ രാജേശ്വരിയായിട്ട് തന്നെ നിവിനെ ആ ഒരു കല്യാണത്തിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്ന ഒരു അടിപൊളി രംഗമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.